ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒക്ടോബർ മന്ത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ലൈഫിൽ നിങ്ങൾ ഒരു പുതിയ കാൽവയ്പ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നതായിട്ട് ഒരു പടി മുകളിലോട്ട് കയറിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത മാസം വളരെ നല്ലതാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഇരുന്ന് അതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ലൈഫിൽ മോശം സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്, സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരുന്നത് എങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ വളരെ അന്ധകാരം നിറഞ്ഞതാണ് എന്ന്. പക്ഷെ അടുത്ത മാസമാകുമ്പോൾ എവിടെന്നെങ്കിലും ഒരു പ്രകാശം വരും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു അന്ധകാരമെല്ലാം മാറി ഒരു പ്രകാശം നിറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ തോന്നും മനസ്സിലങ്ങനെ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ലത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുകയും അതിനുവേണ്ടി നിങ്ങൾ സാഹസികരാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ അടുത്ത മാസം ഭയങ്കരമായിട്ട് വരും. ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് കൂടുതലും നല്ലതായിട്ടുള്ള ചിന്തകളായിരിക്കും വരുന്നത്. നല്ല പോസിറ്റിവിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നും. അതായത് എന്തോ ഒന്ന് അങ്ങനെ സംഭവിച്ചു എൻ്റെ ലൈഫിൽ, ഇപ്പോൾ എനിക്ക് പഴയ ആ ഒരു ഓവർ തിങ്കിങ്ങോ ആ ഒരു നെഗറ്റിവിറ്റിയോ എൻ്റെ മനസ്സിലിപ്പോൾ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ നിന്ന് ആ ഒരു നെഗറ്റിവിറ്റി പൂർണ്ണമായും പോയി എന്ന്, ബ്ലാക്ക് മാജിക്ക്, മോശം ദൃഷ്ടി അതൊക്കെ പോയി എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ പഴയതുപോലെ നിങ്ങൾക്ക് പിന്നെ ചലഞ്ചസ് അനുഭവപ്പെടത്തില്ല. നിങ്ങളുടെ ലൈഫ് എളുപ്പമായി തോന്നും നിങ്ങൾക്ക്. പഴയ ആ ഒരു സംഘർഷം, എപ്പോഴും ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പൈസയുടെ ബുദ്ധിമുട്ട്, അതൊക്കെ കുറച്ചൊന്ന് കുറവായതായിട്ട് നിങ്ങൾക്ക് അടുത്ത മാസം തോന്നും. വേറെ നല്ലൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഇനി വഴക്കുണ്ടാവത്തില്ല. അതായത് വഴക്കുണ്ടായി വളരെ വലിയ വിവാദത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത് ഇല്ലാതാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങളാണ് അടുത്ത മാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു കാര്യം നടക്കാൻ പോലും ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ട അവസ്ഥ. പക്ഷേ അടുത്ത മാസം എന്ത് ചെറിയ കാര്യമായാലും പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ഒന്നും ചെയ്യേണ്ട അവസ്ഥ വരത്തില്ല. അപ്പോൾ ഒക്ടോബർ മന്ത് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഓഫീസിലും. അതായത് നിങ്ങളുടെ വർക്ക് പ്ലേസ് എവിടെയാണോ അവിടെയും, നിങ്ങളുടെ ബിസിനസ്സിലായിക്കൊള്ളട്ടെ, സ്വയം നിങ്ങളിലാകട്ടെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ ചിന്തകളിൽ നിന്ന് മുക്തരാകും. ഇങ്ങനെ ഓവർ തിങ്കിങ് ഇനി ഉണ്ടാവത്തില്ല. ഇനി ഏഞ്ചൽ സൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പടികൾ കാണാൻ പറ്റും. അതായത് മുകളിലോട്ട് കയറുന്ന പടികൾ കാണാൻ പറ്റും. ഒരു നമ്പർ കൂടുന്ന, അതായത് 1 2 3 4 5 6 9 അങ്ങനെയൊക്കെ നമ്പർ ഒന്ന് കൂടുന്ന നമ്പറിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ പ്രമോഷൻ്റെ ചാൻസസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് പൈസ കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ബന്ധം നല്ലതായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആരും ഇനി നിങ്ങളെ തെറ്റിദ്ധരിക്കത്തില്ല, നിങ്ങളിങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളെ വിചാരിച്ച് വച്ചതൊക്കെ മോശമായി പോയി എന്ന്, ഇവർ ഇത്രയും നല്ല ആൾക്കാരായിരുന്നോ എന്ന്. അപ്പോൾ നിങ്ങളോട് കൂടുതൽ ബന്ധം വയ്ക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എൻ്റെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റിയൊക്കെ പോയി എന്ന് തോന്നും, അതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് എന്നോട് സംസാരിക്കാൻ വരുന്നല്ലോ എന്ന്. ഇനി അടുത്ത മാസം നിങ്ങൾക്ക് പൈസയുടെ ആ ഒരു ബഡ്ജറ്റ് ഉണ്ടാകും. അതായത് പൈസ കൂടുതലായിട്ട് നിങ്ങളിത് ചിലവായി പോകത്തില്ല. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്, അതിൻ്റെ വാല്യൂ ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ അവർ വാല്യൂ കൂട്ടി പറയും. അപ്പോൾ നിങ്ങളത് വാങ്ങിച്ചുകൊണ്ട് വരും. വീട്ടിൽ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന, കുറച്ച് സമയം കഴിയുമ്പോൾ, അയ്യോ അത് കൂടുതലായിട്ട് പൈസ അവർ വാങ്ങിച്ചല്ലോ, എൻ്റെ നിന്ന് എനിക്ക് നഷ്ടമായല്ലോ ഈ വസ്തു വാങ്ങിച്ചത് എന്ന്, ഇത്രയും പൈസയും കൊടുത്ത്. അങ്ങനൊരു തോന്നൽ നിങ്ങൾക്ക് വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫീലാകും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇനി അടുത്ത മാസം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ആവശ്യമില്ലാതെ ക്യാഷ് നിങ്ങളെ കയ്യിൽ നിന്ന് പോവത്തില്ല. ഇവിടെ ആവശ്യമില്ലാതെ എന്തെങ്കിലും എല്ലാ മാസവും എന്തെങ്കിലും ഒരു പ്രശ്നം വരും, കുറേ പൈസ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം ഇനി ഈ മാസം നിങ്ങൾക്ക്, ഈ വരാൻ പോകുന്ന മാസം ഉണ്ടാവത്തില്ല. ആവശ്യമില്ലാതെ വീട്ടിലെ ഓരോ ഇലക്ട്രോണിക് ഐറ്റംസ് ചീത്താവുന്നു, അത് നന്നാക്കാൻ വേണ്ടി പൈസ ചിലവാക്കുന്നു, അതൊന്നും ഉണ്ടാവത്തില്ല.
ഇവിടെ നിങ്ങൾ എന്ത് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സമയം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയും കാട്ടി കൂടുതൽ വാല്യൂ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സാധനത്തിന് ഉണ്ടാകുന്നത് അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകട്ടെ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാൻ പോകട്ടെ, പെട്ടെന്ന് നിങ്ങൾ ആ പൈസ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും അതിൻ്റെ വാല്യൂ കൂടുന്നത്. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യവും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം ഇതൊന്നും ഉണ്ടാവത്തില്ല. ഇവിടെ ഈ ഒരു മന്ത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരോഗ്യകാര്യം, നിങ്ങൾ എത്ര ആഹാരം കഴിച്ചാലും ശരി, നിങ്ങൾക്കൊരു തളർച്ച പോലെ എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയും പോലെ. പക്ഷെ അടുത്ത മാസം നിങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു എനർജി, ഭയങ്കരമായിട്ടൊരു എനർജി ഫീലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എനർജി ഫീലാകും. ഇവിടെ ഒരു വ്യക്തിയുടെ ഹെൽത്ത് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സമയം ഒരിക്കലും വെറുതെ കളയാൻ തോന്നത്തില്ല. എന്തെങ്കിലും ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്നുള്ള തോന്നൽ വരും. ഇവിടെ നിങ്ങൾക്കും ഈ ഒരു ഒക്ടോബർ മന്ത് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഒരു നിമിഷം പോലും നിങ്ങൾ വേസ്റ്റാക്കി കളയാതെ നിങ്ങൾ വർക്കഹോളിക് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ആലസ്യം വരത്തില്ല. അതായത് നാളത്തെ ജോലിയും കൂടെ ഇന്ന് ചെയ്യാമെന്നുള്ള തോന്നലായിരിക്കും നിങ്ങൾക്ക്. അതായത് നിങ്ങൾ കുറേ നാളത്തെ ആ ഒരു വിഷമത്തിന് ശേഷം ഹൃദയം കൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ പോകുന്നത് ഈ ഒരു ഒക്ടോബർ മന്തിലാണ്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ലൈഫിലെ സ്ഥിതികൾ അടുത്ത മാസം മാറും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് അടുത്ത മാസം വരുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും നോട്ടീസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രബലമായിട്ടുള്ള സന്തോഷം വരുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പോയ സമയം നിങ്ങൾ ഇത്രമാത്രം ദുഃഖം സഹിച്ചുവല്ലോ എന്നുള്ള തോന്നൽ പോലും വരത്തില്ല. അത്രമാത്രം സന്തോഷമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ ശുഭമായിട്ട് നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് ലാഭം കൂടിക്കൂടി വരുന്നതായിട്ട് തോന്നും. ആ രീതിയിലും മാറ്റമുണ്ടാകും. ഇവിടെ ഡിസംബറും ജാനുവരിയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം അവസാനിച്ചിട്ട് പുതിയൊരു വർഷം തുടങ്ങുന്നു. അതേപോലെ സെപ്റ്റംബർ ഒക്ടോബർ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും വിഷമവും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒക്ടോബർ മന്ത് വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം പേടിക്കുന്നു, എൻ്റെ ലൈഫിൽ ഇനി ഒന്നും നല്ലത് സംഭവിക്കത്തില്ല അങ്ങനെ തന്നെ വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ചില ഏഞ്ചൽസ് നമ്പേഴ്സ് കാണുമ്പോഴും ചില ആൾക്കാർക്ക് പേടി വരുന്നു. അതൊക്കെ മാറ്റുക. കാരണം ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും, ബെസ്റ്റായിരിക്കും. ഇവിടെ ഒരു വ്യക്തി എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ, എന്തുമാത്രം അവർ വർക്കഹോളിക് ആയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ആ ഒരു ഫലം അവർക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഒക്ടോബർ മന്ത്. ഇവിടെ ഒക്ടോബർ മന്ത് നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലവും നിങ്ങൾ ലഭിക്കുന്നതായിട്ട്, നല്ലൊരു കാര്യം എന്തോ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒക്ടോബർ മന്ത് എന്തോ ഒരു കാര്യം അൺഫോൾഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു കാര്യം നടക്കുന്നത് ന്യൂ മൂണിന് അടുത്ത എപ്പോഴായിരിക്കും. ഇനി നിങ്ങൾക്ക് ന്യൂ മൂൺ ആകുമ്പോഴോ അല്ലെങ്കിൽ ഫുൾ മൂൺ ആകുമ്പോഴോ ഒരു ഉദാസമായിട്ടുള്ള ഭാവം അതിനി വരത്തില്ല. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആ ഒരു ലാഭം, നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു ലാഭം പ്രാപ്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മന്ത് നിങ്ങളുടെ ചക്രാസും ബാലൻസിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കരുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ഒക്ടോബർ മന്തിൽ പൂർത്തിയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും വാങ്ങിക്കണം, വീട്ടിലത്തേക്ക് ആവശ്യത്തിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം, അതെല്ലാം ഈ ഒരു ഒക്ടോബർ മന്ത് പൂർത്തിയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ കഴിഞ്ഞു പോയ സമയത്ത് 17, 17, 19, 19, 11, 11 ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നല്ലൊരു സമയം, ഡിവൈൻ ടൈമിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഡിവൈൻ ടൈമിംഗ് ആണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഡിവൈൻ ടൈമിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒക്ടോബറിൽ എന്തോ ഒരു കാര്യം നടക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾ എന്തോ ഒരു സന്തോഷം സ്വന്തമാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളെ ആർക്കും മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഒന്നും പറയേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും, എൻ്റെ ഉള്ളിൽ ഒരു എനർജി വന്നിട്ടുണ്ട്, ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന്.
ഇനി നിങ്ങൾ സമയത്തിന് എണീക്കും, സമയത്തിന് നിങ്ങളുടെ ജോലി ചെയ്യും, സമയത്തിന് ഉറങ്ങും, സമയത്തിന് കഴിക്കും, എല്ലാം ഒരു റൊട്ടീനായിട്ട് ചെയ്യും. ഇവിടെ ഒക്ടോബറിൽ നിങ്ങൾക്ക് എന്തോ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ ഫെയ്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രസന്നമാക്കാൻ വേണ്ടി ആ കാര്യം ആ മാസം നടക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി മാറുമ്പോൾ അവരുടെ മുഖത്തൊരു തിളക്കം വരും. അതേപോലെ നിങ്ങളുടെ മുഖത്തും ഒരു തിളക്കം ഒക്ടോബർ മന്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ മുഖത്തുണ്ടാകും. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഈ വ്യക്തിയുടെ മുഖം നല്ല തിളക്കമുള്ളതാണല്ലോ എന്ന്. ചില ആൾക്കാർ നിങ്ങളുടെ ഈ ഒരു മുഖത്തെ തിളക്കം കണ്ടിട്ട് പുകഴ്ത്തി പറയുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളെ. ഇനി നിങ്ങളുടെ കൈയുടെ അകത്ത് വരകൾ കുറഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് അത് സംഘർഷത്തിൻ്റെ വരകളാണ്. പല ചെറിയ ചെറിയ ഗുണങ്ങൾ പോലെയുള്ള വരകൾ നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഒക്ടോബർ മന്തിൽ ആ ഒരു വരകളെല്ലാം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ കൈ വരകളിൽ നിന്ന് വിമുക്തമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴേ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായി കാണും. നിങ്ങൾ രണ്ട് കൈയുടെ ഉള്ള ഭാഗം നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചെറിയ വരകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ നിങ്ങളുടെ കയ്യിലെ കുഞ്ഞു കുഞ്ഞു വരകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ലൈഫിൽ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു റീഡിംഗ് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം വരെ നിങ്ങൾ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ആ വരകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒക്ടോബർ മന്ത് ലക്ഷ്മിയുടെ കൃപ നിങ്ങളുടെ മേൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നു, പ്രമോഷൻ വേണ്ടവർക്ക് പ്രമോഷൻ ലഭിക്കുന്നു, ബിസിനസ്സിലൊരു ഗ്രോത്ത് ലഭിക്കുന്നു. എന്തോ ഒരു വലിയ കാര്യം ഒക്ടോബർ മന്ത് നടക്കും. അതായത് മാരേജിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ നല്ല പ്രപ്പോസലൊന്നും വരുന്നില്ല. പക്ഷെ ഒക്ടോബർ മന്ത് നല്ലൊരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഏഞ്ചൽ നമ്പർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതായത് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ഫോൺ തുറന്ന അപ്പോൾ ഏഞ്ചൽ നമ്പർ, പുറത്തോട്ട് പോകുമ്പോൾ ബസ്സിൻ്റെ നമ്പർ, കാറിൻ്റെ നമ്പർ, വണ്ടിയുടെ നമ്പർ എല്ലാം ഏഞ്ചൽ നമ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ ഞാൻ ഇതൊക്കെ എങ്ങനെ നോക്കും, എത്രയെന്നും പറഞ്ഞാൽ എനിക്ക് കാണുന്നത് എന്ന്. അങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ലെഫ്റ്റായി ഇങ്ങനെ ചിമ്മും, അതും നല്ലതാണ്. ഇവിടെ നിങ്ങൾക്ക് കഫ് കോൾഡിൻ്റെ പ്രശ്നം എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതിലൊരു റിലീഫ് ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ അമ്മയുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമല്ല ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വളരെ വിഷമിക്കുന്നുണ്ട്, അമ്മയെ പിണങ്ങിയിരിക്കുന്നത് കാരണം. അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഇവിടെ അമ്മയുമായിട്ട് നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒക്ടോബർ മന്തിൽ. ഇനി മൂത്ത സിസ്റ്റർ, അതായത് അമ്മയ്ക്ക് സമാനമായിട്ടുള്ള സിസ്റ്റർ, അവരുമായിട്ടും ബന്ധം നല്ലതായിട്ടല്ല പോകുന്നത് എങ്കിൽ അവരുടെ ആ ഒരു ബന്ധത്തിലും നല്ലൊരു മാറ്റം ഒക്ടോബർ മന്തിൽ കാണാൻ സാധിക്കും. നല്ല രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ തലയിലുള്ള എന്ത് ഭാരമായിക്കൊള്ളട്ടെ കണ്ണടച്ച് തുറക്കും മുമ്പേ അത് മാറുന്നതായിട്ടും നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീൽ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒക്ടോബർ മന്തിൽ. ഇനി നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ റൊട്ടീൻ നല്ലതായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ആരുടെയൊക്കെയാണോ ബർത്ത്ഡേ ഒക്ടോബർ മന്തിലുള്ളത് അവർക്കൊക്കെ എൻ്റെ ജന്മദിന ആശംസകൾ ഞാൻ നേരുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട്, അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അങ്ങനെ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എങ്കിൽ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ എന്തോ വലിയ ഒരു പ്രശ്നമാണ്, ആ ഒരു പ്രശ്നത്തെ പരിഹാരമാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിഹാരം പോലും ഒക്ടോബർ മന്തിൽ ആരോടോ സംസാരിക്കുമ്പോഴോ ആരുടെയോ വാക്കുകൾ കേൾക്കുമ്പോഴോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിനോട്, എൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ഏതെങ്കിലും രൂപത്തിൽ അങ്ങ് എൻ്റെ അടുത്ത് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് തരണേ എന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി മുഖേന നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവും കൂടെ ഉണ്ടാവണം.
ഇനി നിങ്ങളെക്കൊണ്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്തിട്ടോ എങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഞാൻ മാക്സിമം നോക്കി, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഇനി ദൈവമാണ് അത് ചെയ്യാനുള്ളതെന്ന് ദൈവത്തിനോട് പറയുക. ഉറപ്പായിട്ടും ഒക്ടോബർ മന്ത് അത് നടക്കുന്നതാണ്. കാരണം ഡിവൈൻ ടൈമിംഗ് ആണ്. അപ്പോൾ ഡിവൈൻ്റെ ആ ഒരു പ്രകാരം നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇനി എൻ്റെ കൂടെ ഈ വാക്കുകൾ നിങ്ങളും പറയുക. ഒക്ടോബർ മന്ത് എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ദൈവം മാറ്റിത്തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഉയരത്തിലേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും പോകുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി എന്തൊക്കെയുണ്ടോ അതിനെ വിട്ട് കളയും, നിങ്ങളിൽ നിന്ന് വിട്ട് കളയും. പിന്നെ ബന്ധനം, എന്തെങ്കിലും കാര്യത്തിൻ്റെ ബന്ധനം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളയും. നിങ്ങൾക്ക് എന്ത് കുറവുകളാണോ ഉള്ളത് അതിനെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കും, നികത്താൻ ശ്രമിക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല, ശപിക്കാൻ പാടില്ല. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ മാറ്റുക. എന്ത് തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെ തിരുത്താൻ ശ്രമിക്കുക, അതിനെ തിരുത്തി നേരെയാക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യമോ അല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയോ ആരോഗ്യം നേരെയാകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒക്ടോബർ മന്ത് അവരുടെ ആരോഗ്യത്തിൽ നല്ല മാറ്റം ഉണ്ടാവുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് ഇപ്പോൾ എടുക്കുന്ന ആ ഒരു ടാബ്ലറ്റ് ഏൽക്കുന്നില്ല ശരീരത്തിന്. പക്ഷേ ഒക്ടോബർ മന്താവുമ്പോൾ അന്ന് കഴിച്ച അതേ ടാബ്ലറ്റ് തന്നെ അവർക്ക് നല്ല മാറ്റം കൊണ്ടുവരുന്നു. അതാണ് ചില ഗ്രഹത്തിൻ്റെ ആ ഒരു മാറ്റങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ഗ്രഹത്തിൻ്റെ സ്ഥിതി നേരെയാവുമ്പോൾ നമുക്ക് നല്ല ഒരു മാറ്റവും വരും. ഇവിടെ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഡിസംബറും നവംബറിലത്തേക്കും വേണ്ടി എന്തൊക്കെയോ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു പരിവർത്തനം നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ഒക്ടോബർ മന്തിൽ. ഇവിടെ പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നടന്നത് നിങ്ങളുടെ ലൈഫിൽ അതെല്ലാം വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഞാൻ ഒത്തിരി വേദനകൾ സഹിച്ചു, ഇനി എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇനിയൊരു റിലാക്സ് വേണം, സന്തോഷം വേണം, സമാധാനം വേണം, അങ്ങനൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതി, അതായത് ഈ കഴിഞ്ഞു പോയ സമയം ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും സംസാരിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കത്തില്ല, നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും കൂടുതലും ആരോട് സംസാരിക്കുന്നത്. ഇനി വേറെ ആരെങ്കിലും നിങ്ങളോട് പാസ്റ്റിലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അവരോട് പറയും, എനിക്ക് പാസ്റ്റിലെ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഫ്യൂച്ചറിലെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്ന് നിങ്ങൾ അവരോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ, അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള വസ്തു, നിങ്ങളുടെ ഷെയർ, അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതല്ലാതെ ഇനി എന്തെങ്കിലും കോടതിയിൽ കേസ് നിങ്ങളുടെ പേരിലോ ഉണ്ട് എങ്കിൽ അതിലും ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ സമ്പത്ത് ആരെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള കേസിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്വന്തം ആ ഒരു ഭൂമി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും ഓപ്പോസിറ്റ് വ്യക്തി അവരുടെ ശക്തി മുഴുവൻ എന്നോട് കാണിച്ചു, പക്ഷേ ലാസ്റ്റ് എനിക്ക് തന്നെ നീതി ലഭിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നും. ഇനി ഒക്ടോബർ മന്തിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള മെസ്സേജോ എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാനിടയായാൽ നിങ്ങൾ അതിൽ കേട്ട് ഭ്രമിതരാവരുത്, അതിൻ്റെ വഴിക്ക് വിടുക. നിങ്ങളത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കാനോ ഒന്നിനും പോകരുത്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ടെൻഷൻ തരുവാൻ വേണ്ടിയുള്ള വാക്കുകളോ മെസ്സേജോ മാത്രമായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. ഇവിടെ 15 ഒക്ടോബറിന് മുന്നേ ആയിരിക്കും ഇങ്ങനെ ഒരു മെസ്സേജോ എന്തെങ്കിലും സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ നിങ്ങളത് കേട്ട് വിഷമിക്കരുത്, അതിനെ ടോട്ടലി ഇഗ്നോർ ചെയ്യുക. ഇവിടെ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞു എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് കള്ളത്തനമാണ്. ആരെങ്കിലും മനഃപൂർവ്വം നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സന്തോഷം കെടുത്തുവാൻ വേണ്ടി പറയുന്നതാണ്, നിങ്ങളത് വിശ്വസിക്കരുത്.
ഇവിടെ എവിടെയെങ്കിലും ഒരു അന്യായം സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൂടെ ആയാലും മറ്റുള്ളവരുടെ കൂടെ ആയാലും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് അത് ആ ഒരു സ്വഭാവം ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ തോന്നും, അയ്യോ എനിക്കെന്താ ദേഷ്യം വരാത്തേ എന്ന്. അതായത് നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു ഇത് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ നല്ലൊരു ആംഗ്രി ബേർഡ് ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സമാധാനവും സന്തോഷവും എല്ലാം വന്നപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ആംഗ്രി ബേർഡ് മാറി നിങ്ങൾ ഒരു സമാധാനപ്രിയരായത്. ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പൈസ ആരെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരികെ ഒക്ടോബർ മന്ത് തരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കൊരു ലാഭം ലഭിക്കുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു. അതായത് എന്തെങ്കിലും സാധനം നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അന്നത്തെ ദിവസം ആ സ്ഥാനത്തിൻ്റെ വാല്യൂ കുറയുന്നതായിട്ട് അതിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒക്ടോബർ മന്ത് പല കാര്യങ്ങളും വിപരീതമായിട്ട് നിങ്ങൾക്ക് തോന്നും. അതായത് ഇതുവരെയും നിങ്ങൾക്ക് അനുഭവിക്കപ്പെടാത്ത പല കാര്യങ്ങളും ഒക്ടോബർ മന്ത് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുറത്ത് ആഹാരം കഴിക്കുന്നത് കുറച്ചൊന്ന് കുറയ്ക്കുക നിങ്ങൾ. കാരണം നിങ്ങളുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതമാകുന്ന വണ്ടി വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഇനി അത് സ്മൂത്തായിട്ട് പോകും. എനിക്കറിയാം നിങ്ങൾ ഇതുവരെയും ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ജീവിച്ചിട്ടില്ല. എപ്പോഴും വിഷമവും സംഘർഷങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിലായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള സമൃദ്ധിയും സന്തോഷവും എല്ലാം നിറഞ്ഞൊരു ലൈഫ് ജീവിക്കാൻ പോകുകയാണ്. ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് പല ഗിഫ്റ്റും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് മെസ്സേജ്, നിങ്ങൾ ആരെയാണോ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആരുമായിട്ടാണോ ലവ് റിലേഷൻഷിപ്പ് ഉള്ളത്, അവരെ തന്നെ നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല പ്രപ്പോസൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒരു വെൽതി മാൻ അല്ലെങ്കിൽ വെൽതി വുമണായി നിങ്ങൾ മാറും നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അത് ചിന്തിക്കാൻ പോലും അപ്പുറമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒട്ടും തന്നെ കാണാൻ സാധിക്കുന്നില്ല എനിക്ക് അങ്ങനെയൊക്കെ ആവാൻ സാധിക്കുമെന്ന്. പക്ഷേ വളരെ നല്ല പോസിറ്റിവിറ്റിയും പ്രോസ്പെറിറ്റിയും നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നതാണ്. ഇതിനെല്ലാം കാരണം നിങ്ങളുടെ നല്ല കർമ്മമാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആകണമെന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആ ഒരു അവസരം വിനിയോഗിച്ച് ഇതേപോലെ ഈ ഒരു വെൽതി വുമൺ അല്ലെങ്കിൽ വെൽതി മാൻ ആയി മാറുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.